ഷീജയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിവാദം വന്നപ്പോൾ ഷീജയുടെ കാതുകളിലും മുഴങ്ങുന്നുണ്ടായിരിക്കും ആ ചോദ്യം. SFI വീണ്ടും വീണ്ടും ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ലിസ്റ്റ്? നിങ്ങൾക്ക് എവിടെ നിന്ന് ലിസ്റ്റ് കിട്ടി? രാജ്ഭവന് സ്വന്തമായി വിവരശേഖരണ സംവിധാനം ഒന്നുമില്ല. കേരള സർവകലാശാലയിലെ മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥികളെ എങ്ങനെ നിങ്ങൾ തെരഞ്ഞെടുത്തു? കേരള സർവകലാശാല സെനറ്റിൽ ഇരിക്കേണ്ടത് സർവകലാശാല തന്നവരല്ല, വേറെ ചിലരാണെന്ന് എങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു? എവിടെ നിന്ന് ഈ പട്ടിക കിട്ടി എന്ന് SFI വീണ്ടും വീണ്ടും ചോദിച്ചിരുന്നു. ആ ചോദ്യത്തെ പറ്റി. അതെ, ആ ചോദ്യം ചോദിച്ചതിൽ ഒരു വ്യക്തി ഞാനിവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ച് നല്ല ഓർമ്മയുമുണ്ട്. അതായത് ഈ വിഷയം നമ്മൾ എപ്പോൾ ഗവർണറോട് ചോദിച്ചാലും, അത് ഈ വിഷയത്തിൽ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ ചോദിക്കുമ്പോൾ പുള്ളി നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം ഗവർണർ പറയില്ല. എവിടെ നിന്ന് പട്ടിക കിട്ടി എന്നുള്ളതല്ല പ്രസക്തം, പക്ഷേ ഞാൻ നൽകുന്ന പട്ടിക അംഗീകരിക്കണം. ഈ പറയുന്ന കണക്ക് ഞാനൊരു ഏകാധിപതിയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, നിങ്ങളെല്ലാം ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊരു നിലപാടാണ്. അത് സർവകലാശാലയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏത് നടപടിയെടുത്താലും അതിനെതിരെ രംഗത്ത് വരിക എന്നുള്ളത് മാത്രമായിരുന്നു ഗവർണറുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ മാത്രമാണ് പുള്ളി ശ്രദ്ധിച്ചിരുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വിഷയമുള്ളത് ബില്ലുകളുടെ കാര്യത്തിലാണ്. ബില്ലുകളുടെ കാര്യത്തിൽ ഓരോ ബില്ലുകളും അതാത് വകുപ്പ് മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തി വിശദീകരിച്ചു. ഓരോന്നിലും ഉള്ള വിഷയങ്ങളെല്ലാം കൃത്യമായി ധരിപ്പിച്ചു. പക്ഷെ അതൊന്നും പറ്റില്ല, മുഖ്യമന്ത്രി നേരിട്ട് വരണം. മുഖ്യമന്ത്രി വന്നാലേ ഞാൻ ബില്ലിൽ ഒപ്പിടൂ. അതാണ് പുള്ളിയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമുക്കറിയാം, നമ്മുടെ സർക്കാർ ആ രീതിയിൽ സർക്കാർ കുറേ നാൾ അത് ക്ഷമിച്ചു കണ്ട് മുന്നോട്ടൊക്കെ പോയി. അതിനുശേഷം സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്നു ഈ ബില്ലുകളിൽ ഗവർണർ ഒന്ന് മാറി ചിന്തിക്കുവാൻ വേണ്ടി. അതും തനിക്ക് തിരിച്ചടിയാകും. കാരണം ഇവിടെ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന തിരിച്ചടി പോരാഞ്ഞിട്ട് പരമോന്നത നീതിപീഠത്തിൽ നിന്നും കൂടി തിരിച്ചടി വന്നാലോ എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു പരാമർശം വന്നപ്പോൾ തന്നെ വേഗത്തിൽ കുറച്ച് ബില്ലുകൾ അങ്ങ് രാഷ്ട്രപതിക്ക് വിട്ടു. അതിനുശേഷം ഉള്ള ബില്ലുകളിലാണ് പകുതിയിലധികം ബില്ലുകൾ ഇപ്പോൾ ഒപ്പിട്ട് തീർത്തിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ബില്ലുകളെല്ലാം അതെ. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള തിരിച്ചടി എന്നുള്ളതിനപ്പുറത്തേക്ക് പരമോന്നത നീതിപീഠത്തിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.